ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ല വൃത്തിക്ക് ഇറങ്ങി വരേണ്ട എൻട്രി ആയിരുന്നു, അറിയോ? എല്ലാം നശിപ്പിച്ച് ആദ്യം തന്നെ കയറിയിരുന്നു ആര് ഹസ്ബൻഡ് ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ ചെയ്യാൻ വേണ്ടി നിന്നേനു. എന്തെല്ലാം പ്ലാൻ ചെയ്തതാണെന്നറിയോ? പക്ഷെ എല്ലാം പോയി. ഞാൻ പെട്ടെന്ന് എന്തോ ഇതിലങ്ങ് ഇറങ്ങി വന്നേരം തിന്നോണ്ട് ഇറങ്ങി വന്നു. പിന്നെ അങ്ങനെ കയറിയിരുന്നതിന് ശേഷമാണ് എടുത്തില്ലെന്ന് ഓർമ്മ വന്നത്. പിന്നെയും കയറാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇല്ലത് വെച്ചിട്ട് എന്തോ പോലെ ഓണം പോലെ അതൊക്കെ പോട്ട് കാര്യത്തിലേക്ക് അടക്കാൻ നമ്മ ഇവിടെ പോന്നേ. അതെല്ലാം സർപ്രൈസാണ്. എന്നാലും ക്രാഫ്റ്റേഴ്സിനെല്ലാം വേണ്ടി പറ്റിയ ക്രാഫ്റ്റേഴ്സിനല്ല അല്ല കൂടുതലും എനിക്ക് മെസ്സേജ് വരുന്ന ഒരു സാധനമാണ്. ഞാൻ റെസിൻ ആർട്ടിന് ഫോക്കസ് ചെയ്ത് റെസിൻ ആർട്ടിന്റെ ഓൾ മെറ്റീരിയൽ സെയിൽ ചെയ്യുന്ന ഒരാളല്ലേ. അപ്പം എൻ്റെ അടുത്ത് കൂടുതൽ ആൾക്കാരും ചോദിക്കല് ഹാമ്പർ ഉണ്ടോ. ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ബൾക്ക് ക്വാണ്ടിറ്റിയിലും പിന്നെ കുറേ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ട് ചെയ്യാറില്ല. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ അതിന് ഫോക്കസ് കൊടുത്താൽ രണ്ടും കൂടെ കഴിയുമ്പോൾ പോകണ്ടെന്നുള്ളൊരു രീതിയിൽ ഇപ്പം കുറച്ച് ഞാൻ ബാലൻസ് ചെയ്ത് ചെയ്യാറില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷെ അവിടെ ക്രാഫ്റ്റ് മാത്രമല്ല അല്ലേ? അതല്ല, ഹോം ഡെക്കോറിന് വേണ്ടി പറ്റിയ എല്ലാ ഐറ്റംസും പറഞ്ഞു നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മൾ AJ ഡെക്കോറിലാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. തൃക്കരിപ്പൂരാർ ബീർച്ചേരിക്കാർക്കെല്ലാം സിമിലറായിട്ട് അറിയുന്ന ഒരു സ്ഥലമാണ് AJ ഡെക്കോർ. അവിടെ ഇപ്പോൾ കാര്യമായ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. അവരിപ്പോൾ വന്ന് തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. അതിൻ്റെ വമ്പിച്ച ഓഫറാണ് അവിടെ നടക്കുന്നത്. ആനിവേഴ്സറി പ്രമാണിച്ച് ഈ കാണുന്നതിനൊക്കെ 5000 രൂപൻ്റെ മുകളിൽ വിലയുള്ളതാണ്. ഇപ്പം വന്നിട്ട് 3999. പിന്നെ ക്ലോക്ക് സെറ്റ്, അവിടെ ക്ലോക്കിൻ്റെ ഐറ്റംസ് പല മോഡലായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കറങ്ങുന്ന ക്ലോക്ക് അത്രക്കും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. 150 രൂപ മുതൽ മുകളിലോട്ടാണ് ക്ലോക്ക് റേറ്റ് വന്നിട്ടുള്ളത്. അതും എന്തു പറയണ്ട, ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റംസാണ് അവിടെ ഉള്ളത്. പിൻട്രസ്റ്റ് മോഡലുള്ള ഐറ്റംസ്. പിന്നെ പറയണ്ടല്ലോ, നമ്മൾ മെയിനായിട്ട് പോയ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. 38 രൂപ മുതൽ മുകളിലോട്ടുള്ള എല്ലാ ഫ്രെയിംസും അവിടെ അവൈലബിൾ ആണ്. പിന്നെ A സൈസ്, A4 എന്നത് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. മൈക്രോ മുതൽ A3 A2 വരെയുള്ള എല്ലാ ഫ്രെയിമും അവൈലബിൾ ആണ്. പിന്നെ ഈ ഹോം ഡെക്കോർ ഐറ്റംസ്, പിന്നെ മെയിനായിട്ട് അവിടെ ഹോം ഡെക്കോർ ഐറ്റംസാണ് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത്രയ്ക്കും അവിടെ ഹോം ഡെക്കോർ ഐറ്റംസാണ്, അതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ. പിന്നെ നമ്മൾ ബൊക്കൻ്റെ മെയിൻ അവിടെ സാധനം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ബൊക്കക്കും അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഫ്ലവറൊക്കെ അവിടെ സ്റ്റോക്ക് വന്നതാന്ന് തോന്നുന്നു അല്ല, നമ്മൾ പോയ സമയത്ത് കുറേ പോലെ ഉണ്ട്. പിന്നെ ഞാൻ ഇങ്ങക്ക് ഇരുന്നിട്ട് തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് കുറേ സമയം നിന്നിട്ട് പറയുന്നു. പിന്നെ ഇതൊക്കെ എന്ത് പറയാനാ, നല്ല ക്യൂട്ടായിട്ടുള്ള ഇപ്പോഴത്തെ ജനറേഷനിൽ ക്യൂട്ട്നെസ് വാരി വിതറലാന്നല്ല. ബൊക്കെല്ലാം ഇല്ലാത്തൊരു പരിപാടി ഈ ഏരിയയിൽ ഇപ്പോൾ ഉണ്ട്. അടുത്തെങ്ങാനും ഒരു ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ അവിടെ വേണം ബൊക്കെ. എന്തിനും ജസ്റ്റ് ഒരു ഫസ്റ്റ് മീറ്റ്, സെക്കൻഡ് മീറ്റ്, തേർഡ് മീറ്റ് ബ്രേക്കപ്പിന് വരെ ബൊക്കെ. അതുമാത്രം ഇപ്പം ബ്രേക്കപ്പിന് വരെ എന്താ ഹാമ്പർ. പിന്നെ ആക്രിലിക് കട്ടൗട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിനൊക്കെ ഇപ്പം 50% എങ്ങാനും ഓഫറാണ്. നല്ല കാര്യമായ ഓഫർ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. ആരും മിസ് ചെയ്യാൻ നിൽക്കണ്ട, മാക്സിമം എല്ലാവരും യൂസ് ചെയ്യാൻ നിൽക്കട്ടെ. പിന്നെ അവിടെ ചെന്നിട്ട് ഇപ്പോൾ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് പോയിട്ട് പറയാം, എനിക്ക് എൻ്റെ ഗേൾ ഫ്രണ്ടിനൊരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റാക്കണം. അവർ ഫുള്ള് സെറ്റാക്കി തരും. അവിടെ എത്തിക്കഴിഞ്ഞാൽ കൺഫ്യൂഷനേ വേണ്ട എന്താ കൊടുക്കേണ്ടതെന്ന്. ഡ്രസ്സ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും അവിടെ ഉണ്ട്. വാച്ച് ഉണ്ട്. പിന്നെ ബോക്സ് നമുക്ക് കൺഫ്യൂഷനാവും ഏതെടുക്കണമെന്ന്. അത്രക്കും കളക്ഷൻസ് ഉണ്ട് കേട്ടോ. 90 രൂപ തൊട്ടാണ് അവിടെ ബോക്സിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്രക്കും നല്ല ഫ്രെയിംസും കാര്യമായ സാധനമാണ് കേട്ടോ അവിടെ ഉള്ളത്. എനിക്കൊന്നും പറയാനില്ല. ഇപ്പോഴത്തെ എല്ലാ ക്യൂട്ട് മിറർ, പിന്നെ കുറച്ച് നമുക്ക് പിന്നെ മിറർ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നല്ലേ. എല്ലാം ഉണ്ട് ഈ വീഡിയോസിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എല്ലാം ഉണ്ട്. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ചോദിച്ച എല്ലാ സാധനവും നമുക്ക് ഒറ്റ കടയിൽ നിന്ന് കിട്ടിയല്ലോ, അതിൽ തന്നെ നല്ല സന്തോഷമുണ്ട്. ഇതെന്ത് സാധനമാണ്? യൂണിക്കോൺ. എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ കേട്ടാ. പിന്നെന്താ, അവിടെ തന്നെയുള്ള വേറൊരു സെക്ഷനിലുള്ള ഹാമ്പറാണ്. വലിയൊരു സൈസ് A3 സൈസ് വരെയുള്ള ഹാമ്പർ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ കുറേ നാളായി ഹാമ്പറൊക്കെ ചെയ്യുന്നത്. പക്ഷേ A3 സൈസിൻ്റെ വലിയ ഹാമ്പറൊക്കെ
ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് അവിടെ ഇഷ്ടമായ വേറൊരു സാധനമാണ് ആ ഒരു മാല. നല്ല കാര്യമായ സാധനം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. അതിന് നമ്മ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത പ്രൈസുമാണ് അതിന് വന്നിട്ടുള്ളത്. ആകെ 199 രൂപ. അതൊക്കെ പറയുമ്പോൾ നല്ല അത്ര റേറ്റ് കുറച്ച് വേറെ എവിടെയും കിട്ടത്തില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെ ആക്കാൻ വേണ്ടി പറ്റിയ എല്ലാ സാധനം ഇവിടെ ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. പിന്നെ എൻ്റെ മോളൊരു ടോയ്സ് ഉണ്ടായിരുന്നു. ടോയ്സ് ആണത്. ആ ടോയ്സ് ഉണ്ടായാലും ഭയങ്കര കളി. പിന്നെ ഇതും ക്യൂട്ട് നല്ല സാധനം കേട്ടോ. നമുക്ക് നല്ലോണം ഇഷ്ടമായിന്. ഇപ്പൊ വിചാരിക്കും എനിക്ക് ഇഷ്ടാത്ത എന്തെങ്കിലും കൊണ്ടുപോകുന്നു ചോദ്യം എന്തായാലും വരും. പിന്നെ താജ്മഹൽ വീഡിയോ ഒരു ഇത് വന്നിട്ടില്ല, പക്ഷെ അത് നല്ല സാധനമാണ് കേട്ടാ. ഇനി എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഈ വീഡിയോസിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവും അത്രത്തോളം കളക്ഷൻസ്. ഷീറ്റാണെങ്കിൽ വേണ്ട എല്ലാം ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് കുറച്ച് സാധനം. പിന്നെ ഇപ്പോഴത്തെ മോഡലാണ് ആ കാറൊക്കെ നല്ലോണം മൂവിങ്ങിൽ പോകുന്നത്. എല്ലാരും എൻക്വയറി ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ ഇത് എത്ര വലിയ പോട്ട് ഞാൻ കണ്ടത് ആദ്യം നെട്ടിയത് എന്തിനാന്നിപ്പ അപ്പോഴത്തേക്കാ മനസ്സിലായത്. ഈ ഒരു വലിയൊരു പോട്ട് അതിൽ ഇടാൻ പറ്റിയ നല്ലൊരു ഫ്ലവറാണ് കേട്ടോ അത്. പിന്നെ നമുക്ക് അവിടെ നിന്ന് ക്ഷീണം പിടിച്ച് കുറച്ച് ആവശ്യമില്ല നിങ്ങൾക്ക് കണ്ടൻ്റൊക്കെ കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരുന്നു. ഞാൻ മെല്ലനെ വണ്ടി എടുത്ത് മെല്ലനെ വിടുന്നതാണ്. പക്ഷെ ഇവിടെ ഈ വണ്ടി എടുക്കുന്നൊക്കെ എടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. നിങ്ങൾക്ക് ഞാൻ ഒരു കടയും കൂടെ കാണിച്ചു തരാം കേട്ടാ. ഇവിടെ തന്നെ അടുത്തുള്ള ഒരു ഫ്രെയിം കുറച്ചേ പോണ്ടോ അവിടെ തന്നെ നമുക്ക് അവിടുത്തെ ഒരു ഇതും കൂടെ ഇങ്ങക്ക് എടുത്തു തരാം കേട്ടാ. പിന്നെ ഞാൻ കയറി ഇരുന്നിട്ട് ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു സെറ്റപ്പാണത്. ചോദിക്കുന്നുണ്ട് നമ്മ ആടെ എത്തി മോനെ എത്തി. അയ്യടാ ക്ലോസ് അയ്യാടെ നമ്മ പറയാനില്ല വാക്കാക്ക്. എല്ലാരും അവിടെ ശശിയായി. ഇത് ഒരിക്കൽ മാത്രാന്നേ, ഇനിയും ഉണ്ട് അത്ര കൊറേ കാണാന്. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നല്ലോണം വിശന്ന് കുറെ അങ്ങ് എത്തി. എന്തുകൊണ്ട് വെച്ചാൽ 2 മണി എങ്ങാനും ആയി. ആ സമയമാകുമ്പോഴത്തേക്ക് വിശന്ന് രാവിലെ ഇറങ്ങിയല്ലേ. ഒരു കോളും കഴിഞ്ഞ് ഓളെ ഹസ്ബൻഡ് വിളിച്ച് കോളും കഴിഞ്ഞ് നമ്മ പിന്നെ മെല്ലനെ നടക്കിട്ടാണെങ്കിൽ ക്ഷീണം പിടിച്ച് നമ്മ ആ വോയിസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. എന്തുകൊണ്ട് വെച്ചാൽ ആ വോയിസ് കേട്ടതിന് നിങ്ങൾ അടുത്ത വീഡിയോന്റെ രംഗം കാണുമ്പോൾ നമ്മളെ നല്ലോണം അങ്ങ് കളിയാക്കും. അതുകൊണ്ട് നമ്മ ആ വോയിസ് അങ്ങ് കട്ടാക്കി. അങ്ങനെ നമ്മ ഷോപ്രിക്സ് തൃക്കരിപ്പൂര് അവിടെ എന്താണ് ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞിട്ടല്ല പോയിന്. ഈ 2 മണിക്കല്ല ഫ്രൈഡ് ചിക്കൻ എക്സ്പ്രസ് പോയി മോനെ. അവിടുന്ന് അതെ ഇപ്പൊ ഒരു മടങ്ങി വരത്തണ്ടേ ചേച്ചി, കട ഓപ്പൺ ആയിട്ടില്ല. എന്ത് നല്ല ആറ്റിറ്റ്യൂഡാണ്. ഇങ്ങനെ നാണം കിടന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അല്ലേ. ശത്രുക്കൾക്ക് പോലും ഈ ഒരു ഗതികേട് ഉണ്ടാവാൻ പാടില്ല. ഇതെന്താ പ്രേത? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശത്രുക്കൾക്ക് പോലും ഈ അവസ്ഥ വരുത്താണ്ട് രണ്ടിടക്ക പോയി രണ്ടിടക്കൊന്നും തിരിച്ചു വരേണ്ട അവസ്ഥ. ഇനി നെക്സ്റ്റ് സ്ഥലത്തേക്കാ പോന്നേ. ഇപ്പൊ കണ്ടോ ആടി ഒരു ടിസ്റ്റ്. ആടൊക്കെ ഇറങ്ങി വന്നില്ലടാ. അമ്മ ഇറങ്ങി അവിടുന്ന്. ആ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നേരെ കാറിലേക്ക് പോകുന്ന സ്ഥലത്ത് പോയി വിശന്ന് പോന്ന്. അപ്പത്തേക്ക് അവരും പറയുന്നു ഫുഡായിട്ടില്ല. നമ്മളെ അഹങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹസ്ബൻഡ് ആദ്യമേ പറഞ്ഞാണ് പോയിട്ട് എന്ത് തോന്നോ ചോറ് കഴിച്ചു. വേണ്ട നമുക്ക് കുറച്ച് നല്ല എന്താ പറയണ്ടേ തിരിച്ചിട്ട് എന്താ കുടിക്കാൻ വേണ്ടി നമ്മ പോന്ന്. ഞാൻ പറഞ്ഞ കേറുമ്പോഴേ ഞാൻ പറഞ്ഞ എനക്ക് പപ്സും ലെയിമും അത് വേണം. ഞാൻ ആദ്യമേ പറഞ്ഞത്. ഞാൻ ആഗ്രഹിച്ച ലെയിം സോഡയും മോരുമായിരുന്നു. പക്ഷെ നമ്മ പോകുന്നവയ്ക്ക് മോരുണ്ടായി. ഞാനത് വാങ്ങിച്ചു കൊടുത്തിട്ടാ. അത് വേറെ കാര്യം. അവിടുന്ന് നേരെ പോയി കുറച്ച് പോണോട്ടോ അവിടുന്ന്. പക്ഷെ എന്തായാലും ഇന്നത്തെ പ്ലാൻ ഒന്നും നടന്നല്ല. അതിൽ തന്നെ അൽഹംദുലില്ലാ. എനിക്ക് അമ്മ നേരെ അവിടുന്ന് വിട്ട് ഞാനാന്നിട്ട പ്രോ ഡ്രൈവർ. പിന്നെ നമ്മളെ ലെയിം കിട്ടി. 4 ആളുണ്ട് കേട്ടോ. അമ്മ പോയ 4 ആൾക്കും കറക്റ്റ് ലെയിം കിട്ടി. ഫസ്റ്റ് ഞാനെടുത്താണ്. വിശന്ന് വലഞ്ഞോണ്ട് ദാഹിച്ചോണ്ടാണോന്ന് അറിയില്ല. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിനെ. തണുപ്പ് കുറവുണ്ടായി. പക്ഷേ എന്നാലും മോശമില്ല, ഒപ്പിക്കാം. നമുക്ക് ആ ക്ഷീണത്തിൽ അങ്ങ് പോയി. ആ ക്ഷീണത്തിലായോണ്ട് അങ്ങ് പോയി. പിന്നെ ഒരു
സെറ്റ് മൂഡ് ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചി അറിഞ്ഞിട്ടേ ഇല്ല വീഡിയോ എടുക്കുന്ന അതുകൊണ്ട് ക്യൂട്ട്നെസ് വാരി എറിയുന്നുണ്ടായിന്. എന്തായാലും മുമ്പത്തെ ഒരു എന്താ പറയുക സ്കൂൾ പഠിക്കുന്ന സമയത്തെല്ലാം കഴിച്ചൊരു ആ ഒരു ഫീൽ നമ്മക്കൊന്നും കിട്ടാത്തോണ്ടില്ല വിഷമത്തിൽ ചെയ്യാവും. ഫോൺ എവിടെ വെക്കേണ്ടതൊന്നും തിരിയുന്നില്ല. വീഡിയോ എടുക്കുമ്പോഴാണ് ഫോൺ വെക്കാൻ വേണ്ടി സ്റ്റാൻഡ് തരുന്നുണ്ടോ ഇല്ലയോ. പിന്നെ മൂപ്പർക്ക് പിന്നെ വിശന്നിട്ട് ഒന്നും തിരിയുന്നില്ല എന്ന് തോന്നുന്നു. നമുക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഫസ്റ്റ് ഒന്നും എടുക്കുന്നത്. തിന്നലോക്കറോ. അപ്പം നമ്മ വീഡിയോയിലൊന്നും നീട്ടി വെച്ച് പിന്നെ ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. നീ എന്നെ കളിയാക്കാൻ പോലും നമുക്കറിയാം. അപ്പം ഈ വീഡിയോയിൽ ഇത്രയല്ലോ അല്ലേ നമ്മളൊരു ഇത് മിനി വ്ളോഗല്ല അല്ലേ, കുറച്ച് ലോങ് വ്ളോഗായിട്ട് വന്നത്. നീട്ടി കൊണ്ടുപോകുന്ന നേരത്തേക്ക് അപ്പം മതിയാക്കാം അല്ലേ. അപ്പം ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതാണ്. ഞാൻ മാത്രം കേട്ടാ, ഓളെ എപ്പം കിട്ടുമല്ലോ, ഓളിന്ന് പോവും അല്ലേ. അപ്പം എന്തെങ്കിലും നെക്സ്റ്റ് സ്പോട്ടിലേക്ക് വീഡിയോ കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.